എല്ലാവർക്കും നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ സെക്കൻഡ് സെമസ്റ്റർ BA സ്റ്റുഡൻസിന്, അതായത് ഹിസ്റ്ററി, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ് എക്സാമിനേഷൻ നടക്കാൻ പോവുകയാണ്. ഈ മാസം 3-ാം തീയതിയാണ് പരീക്ഷ നടക്കുന്നത്. അതിൽ ഈ പറഞ്ഞ കോഴ്സുകളിൽ കോഴ്സ് എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ സെക്കൻഡ് സെമസ്റ്ററിലെ ജനറൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു പേപ്പർ, ആ പേപ്പറിൽ നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ പറയാം. ഈ ഒരു വീഡിയോ കൊണ്ട് മതിയാവില്ല എന്നറിയാം, എന്നാലും പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത് എക്സാമിനോട് മുന്നോടിയായിട്ട് എന്ന് പറയാം. അത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞത്, നമുക്കറിയാം തുല്യത കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് പേര് ഇത്തരം കോഴ്സ് എടുത്തിട്ടുള്ളവരുണ്ട്. അതായത് ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ എളുപ്പമുള്ള ഒരു സബ്ജക്റ്റ് അല്ലേ എന്ന രീതിയിൽ സോഷ്യോളജി, അതുപോലെ തന്നെ ഹിസ്റ്ററി പോലുള്ള സബ്ജക്റ്റുകളൊക്കെ ഡിഗ്രിക്ക് വേണ്ടി എടുത്തവരുണ്ട്. പക്ഷെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് പലർക്കും ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായത്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഡിഗ്രിക്ക് എന്തായാലും കുറച്ച് പ്രയാസപ്പെടേണ്ടി വരും. നമ്മൾ +2 അത്ര എളുപ്പമുള്ളതാക്കി പഠിച്ച പോലെ നമുക്ക് ഡിഗ്രി പഠിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ അതുപോലെ അറിയാത്തവരുണ്ട്. അങ്ങനെ അറിയാതെ ഇതിൽ പെട്ടുപോയി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, വേറെ രീതിയിലല്ല. അപ്പൊ എന്തായാലും അങ്ങനെ ആയ ആളുകൾക്ക്, ആ പെട്ടുപോയി എന്നുള്ള ആ വാക്ക് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന പേപ്പറിൽ, ജനറൽ എക്കണോമിക്സ് എന്ന് പറയുന്ന പേപ്പറിൽ നമുക്ക് എന്തൊക്കെ പഠിച്ചാൽ നമുക്ക് ഈ ഒരു വിഷയം നമുക്ക് രക്ഷപ്പെട്ടു പോകാം, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ഇതിൽ 5 മോഡ്യൂൾസ് ആണ് പഠിക്കാനുള്ളത്, അല്ലെ? 5 മോഡ്യൂൾസ് ആണ്. നിങ്ങൾക്ക് ഇതിന്റെ കോണ്ടാക്ട് ക്ലാസ്സുകളൊക്കെ കിട്ടിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഇത് റെഗുലർ പോലെ നമ്മുടെ ഡിസ്റ്റൻസ് ആയിട്ട് എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അതായത് +2 റെഗുലർ ആയിട്ട് പഠിച്ചിട്ട് അവർക്ക് ഗവൺമെന്റ് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ വന്നിട്ടുള്ള കുട്ടികൾക്ക് SN യൂണിവേഴ്സിറ്റിയുടെ ഇത്തരം ഓപ്പൺ കോഴ്സുകളൊക്കെ എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പൊ അവർക്കും ഇത് സഹായകരമാകും. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇവിടെ 5 ബ്ലോക്കുകളുണ്ട്. 5 ബ്ലോക്കിന്റെ പ്രത്യേകത, ഓരോ ബ്ലോക്കിലും നമുക്ക് 4 യൂണിറ്റ് വീതം പഠിക്കാനുണ്ട്. ഓക്കെ, അതായത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ് ഇത് എന്നർത്ഥം. ഓക്കെ, പക്ഷെ ഇതിന്റെ ഒരു നല്ലൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ, നമ്മൾ +2-ലൊക്കെ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് കോൺസെപ്റ്റുകളൊക്കെ ഇതിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്തു വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അവിടെ എത്രത്തോളം അതിന്റെ ടോപ്പിക് അല്ലെങ്കിൽ ആ ആശയങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടോ, അതനുസരിച്ച് നമുക്ക് ഇവിടെയും ആൻസർ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? നിങ്ങൾ അത്രയ്ക്ക് അങ്ങോട്ട് പിന്നെ പേടിക്കുന്നത് പോലുള്ള ഒരു സംഭവമൊന്നും ഇതല്ല എന്നാണ് നോക്കിയപ്പോൾ മനസ്സിലായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ബ്ലോക്ക് 1 മൈക്രോ എക്കണോമിക്സ് ആണ്. മൈക്രോ എക്കണോമിക്സിൽ നമുക്ക് 4 യൂണിറ്റ് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക്സ് ആണ്. അതുപോലെ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഓക്കെ, ഇത് നമ്മുടെ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന +2-ല് 1-ാമത്തെ ബുക്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ 2-ാമത്തെ ബ്ലോക്ക് വരുന്നത് മാക്രോ എക്കണോമിക്സ് ആണ്. മാക്രോ എക്കണോമിക്സിൽ ഡെഫിനിഷൻ ആൻഡ് സ്കോപ്പ് ഓഫ് മാക്രോ എക്കണോമിക്സ്, നാഷണൽ ഇൻകം കോൺസെപ്റ്റ്സ് ആൻഡ് മെഷർമെന്റ്, ക്ലാസിക്കൽ മാക്രോ എക്കണോമിക് സിസ്റ്റം, കെയ്നീഷ്യൻ മാക്രോ എക്കണോമിക് സിസ്റ്റം. ഓക്കെ, ഈ 2 കാര്യങ്ങളും ഇതും നമ്മൾ മാക്രോ എക്കണോമിക്സ് എന്ന രീതിയിൽ +2 ബുക്കിൽ പഠിച്ചതാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഈ ഡെഫിനിഷനും സ്കോപ്പും മാക്രോ എക്കണോമിക്സ് ഒക്കെ നമ്മൾ നന്നായിട്ട് ബോധ്യം ഉണ്ടാവും. അതുപോലെ നാഷണൽ ഇൻകം കോൺസെപ്റ്റുകളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാണ്ടാവും. പക്ഷേ ഈ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സും അതുപോലെ കെയ്നീഷ്യൻ മാക്രോ എക്കണോമിക്സ് അങ്ങനെ നമ്മളൊരു വേർതിരിവിൽ പഠിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ മാക്രോ എക്കണോമിക്സിന്റെ 4-ാമത്തെ, 5-ാമത്തെ, 6-ാമത്തെ ചാപ്റ്ററിലൊക്കെ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അവിടെ. ഓക്കെ, അതുപോലെ 3-ാമത്തെ ബ്ലോക്ക് വരുന്നത് മണി ആൻഡ് ബാങ്കിങ് ആണ്. ഈ മണി ആൻഡ് ബാങ്കിങ് നമ്മൾ കൃത്യമായിട്ട് മാക്രോ എക്കണോമിക്സിൽ +2-ന് പഠിച്ചതാണ്. കോൺസെപ്റ്റ് ഓഫ് മണി, ഇൻഫ്ലേഷൻ, ബാങ്കിങ്, ക്യാപിറ്റൽ മാർക്കറ്റ്. ഇവിടെ ബാങ്കിങ്ങും കോൺസെപ്റ്റ് ഓഫ് മണിയും നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇൻഫ്ലേഷനും അതുപോലെ ക്യാപിറ്റൽ മാർക്കറ്റും നമുക്ക് അത്ര പരിചയമില്ലാത്ത കാര്യങ്ങളാണ്. അതുപോലെ പബ്ലിക് എക്കണോമിക്സ് അടുത്ത മോഡ്യൂൾ ആണ്, അടുത്ത ബ്ലോക്ക് ആണ് 4. അതിൽ പബ്ലിക് എക്കണോമിക്സ് ആണ് വരുന്നത്. പബ്ലിക് എക്കണോമിക്സിൽ പബ്ലിക് ഫൈനാൻസ് ആൻഡ് പ്രൈവറ്റ് ഫൈനാൻസ്, അതുപോലെ പബ്ലിക് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ, പബ്ലിക് ഡെറ്റ്, ബഡ്ജറ്റ്. ഈ ബഡ്ജറ്റ്, പബ്ലിക് ഡെറ്റ്, പബ്ലിക് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ഇതൊക്കെ നമ്മൾ മാക്രോ എക്കണോമിക്സിൽ +2 മാക്രോ എക്കണോമിക്സിൽ 5-ാമത്തെ ചാപ്റ്റർ ഗവൺമെന്റ് ബഡ്ജറ്റ് ആൻഡ് എക്കോണമി എന്ന് പറയുന്ന 5-ാമത്തെ ചാപ്റ്റർ നമ്മൾ സുന്ദരമായിട്ട് പഠിച്ചതാണ്. ഓക്കെ, പക്ഷേ പബ്ലിക് ഫൈനാൻസ് ആൻഡ് പബ്ലിക്
പ്രൈവറ്റ് ഫൈനാൻസ് അത് നമ്മൾ അത്രയ്ക്ക് ആ ഒരു രീതിയിൽ പഠിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ഓക്കെ, ദെൻ ലാസ്റ്റ് ബ്ലോക്ക് ആണ് ബ്ലോക്ക് 5, ഇന്ത്യൻ ഇക്കോണമി. ഇന്ത്യൻ ഇക്കോണമി നമ്മൾ ഓൾറെഡി നമ്മുടെ പ്ലസ് വണ്ണിന് ബുക്ക് തന്നെ പഠിച്ചിട്ടുണ്ട്, ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത്. ഇവിടെ ആൻ ഓവർവ്യൂ ഓൺ ഇന്ത്യൻ ഇക്കോണമി, അതായത് ഇന്ത്യൻ എക്കോണമിയുടെ മുഴുവനായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഒന്നാമത്തെ യൂണിറ്റ് പറയുന്നത്. ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഇക്കോണമി. ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറി പോലുള്ള തിയറികളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇക്കണോമിക് റിഫോംസ് പഠിച്ചിട്ടുണ്ട്. 1991 ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തുള്ള LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന രീതിയിൽ നമ്മൾ ഇക്കണോമിക് റിഫോംസ് പഠിച്ചിട്ടുണ്ട്. പിന്നെ റോൾ ഓഫ് എക്കണോമിക് സെക്ടേഴ്സ്, ഓക്കെ, ഓരോ സെക്ടറിന്റെയും റോൾ എന്താണ്, ഇതെല്ലാം കൂടെ കൂട്ടിക്കലർത്തിക്കൊണ്ട് നമ്മൾ +1 ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ബുക്ക് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഈ ഒരു അവസരത്തിൽ ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം ഇത് ഗുണം ചെയ്യുന്നു എനിക്ക് സംശയം കേട്ടോ. എന്തായാലും ഞാൻ ഓവറോൾ ഒരു ഐഡിയ ആണ് ഇപ്പൊ പറഞ്ഞത്. ഇതിൽ നിന്ന് ഓക്കെ, ഈ 5 മോഡ്യൂൾ ബ്ലോക്കുകളിൽ നിന്ന് നമുക്ക് എസ്സേക്ക് സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം. ഓക്കെ, എസ്സേക്ക് സാധ്യതയുള്ള, പക്ഷെ ഇവിടെ എസ്സേക്ക് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് എസ്സേ മാത്രമല്ല, ഇത് നമുക്ക് 5 മാർക്കിലേക്ക് ചോദിക്കാം. അതുപോലെ തന്നെ നമുക്ക് പിന്നെന്താണ് 5 മാർക്കല്ല 4 മാർക്കിലേക്ക് ചോദിക്കാം, അതുപോലെ 2 മാർക്കിലേക്ക് ചോദിക്കാം, 1 മാർക്കിലേക്ക് ചോദിക്കാം. അങ്ങനെ ചുരുങ്ങിയുള്ള മാർക്കുകളിലേക്കും ഇത് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ അറിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാലും അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ആ എസ്സേ ക്വസ്റ്റ്യൻ പറയുന്നതിന് മുൻപായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ ഒന്ന് പറയാം. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി, ഇങ്ങനെ സെക്ഷൻ ഡി ഓൾസോ. ഓക്കെ, ഇങ്ങനെ നമുക്ക് 4 സെക്ഷൻസ് ആണ് ഉള്ളത്. ഓക്കെ, സെക്ഷൻ എയിൽ പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ആൻസർ എനി 10 ക്വസ്റ്റ്യൻസ്, ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 1 മാർക്ക് എന്നുള്ളതാണ്. അതായത് നമുക്ക് 15 ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും 10 മാത്രം എഴുതിയാൽ മതി. നിങ്ങളൊന്ന് നോക്കണം, 15 ക്വസ്റ്റ്യൻ, 5 ക്വസ്റ്റ്യൻ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ ഇതിന്റെ തലയും വാലും പഠിച്ചു പോയാലും നമുക്ക് ഇവിടെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ 15 ക്വസ്റ്റ്യനിൽ നമ്മൾ വെറും 10 ക്വസ്റ്റ്യൻ മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ദെൻ സെക്ഷൻ ബിയിൽ പറയുന്നത് വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്, അതായത് 2 മാർക്സിന്റെ ആണ്. അതിലും നമുക്ക് 15 ക്വസ്റ്റ്യൻ തരും. 15 ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് 10 ക്വസ്റ്റ്യൻ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, 10 ക്വസ്റ്റ്യൻ മാത്രം അറ്റൻഡ് ചെയ്യുക, അത് 2 മാർക്സ് ആണ്. അപ്പൊ നമുക്ക് അവിടെ 10 അറ്റൻഡ് ചെയ്താൽ 20 മാർക്ക് നമുക്ക് നേടാം. അതുപോലെ സെക്ഷൻ സിയിലേക്ക് വരുമ്പോൾ ഷോർട്ട് ആൻസർ ആണ്, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിൽ ആൻസർ എനി 5 ആണ്. ഓക്കെ, ആൻസർ എനി 5 ആണ്. അപ്പൊ നമുക്ക് അവിടെ 10 തന്നിട്ട് 5 എഴുതാനാണ്. ഓക്കെ, അത് 4 മാർക്കിന്റേതാണ്. 10 ക്വസ്റ്റ്യൻ തരും, അതിൽ നിന്ന് നമുക്ക് 5 മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ദെൻ ലാസ്റ്റ് സെക്ഷൻ ആണ് സെക്ഷൻ ഡി, ലോങ് ആൻസർ ക്വസ്റ്റ്യൻ ഓർ എസ്സേ ക്വസ്റ്റ്യൻസ്. അതില് ആൻസർ എനി 2 ക്വസ്റ്റ്യൻസ് ആണ്. 2 ക്വസ്റ്റ്യൻസിൽ നമുക്ക് ആകെ 4 ക്വസ്റ്റ്യൻസ് തരും. ഓക്കെ, 4 ക്വസ്റ്റ്യൻസിൽ നിന്ന് നമുക്ക് 2 ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. അത് നമുക്ക് 10 മാർക്സ് ആണ്, ഒന്നിന് 10 മാർക്സ് ആണ്. അങ്ങനെ 20 മാർക്സ് നമുക്ക് അവിടെ നേടാം. ടോട്ടൽ നമുക്ക് സ്കോർ വരുന്നത് 70 ആണ്. 70 മാർക്സ് ആണ്, 70 മാർക്കിനാണ് നമുക്ക് സമയം തരുന്നത് 3 hours ആണ്. ഓക്കെ, പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത, നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ മലയാളത്തിൽ എഴുതുന്നവർക്കായിരിക്കും ഇതിന്റെ ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കിയിട്ട് ഇതിന്റെ മീനിങ് മനസ്സിലാവാൻ, പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ തുല്യത പോലുള്ള പഠിച്ചിറങ്ങിയിട്ടുള്ള പഠിതാക്കൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചു വരുമ്പോഴേക്കിന് സമയം നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ഒന്ന് കണക്ട് ചെയ്യണം എന്നുള്ളതാണ് മനസ്സിലാക്കി തരാനുള്ളത്. ഓക്കെ, അപ്പോ നമ്മള് ആദ്യത്തെ ആ എസ്സേ ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം ചെയ്യാം. അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട എസ്സേ ക്വസ്റ്റ്യൻസിൽ ഞാൻ ബ്ലോക്ക് തിരിച്ചിട്ട് ഞാനിവിടെ പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്, അത് ബ്ലോക്ക് തിരിച്ചു പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ ബ്ലോക്ക് 3യിൽ നിന്നാണ്. ബ്ലോക്ക് 3യുടെ പ്രത്യേകത, ബ്ലോക്ക് 3 മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന ബ്ലോക്കാണ്. ബാങ്കിങ്, മണി ആൻഡ് ബാങ്കിങ്. അതില് യൂണിറ്റ് 1, ബ്ലോക്ക് 3യില് യൂണിറ്റ് 1 ഓപ്പൺ ആക്കിയിട്ട് അതിൽ ബാങ്കിങ് എന്ന് പറയുന്ന യൂണിറ്റ് ആണ് യൂണിറ്റ് 3. അതില് ഫങ്ഷൻസ് ഓഫ് കമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക് ഉണ്ട്. അതായത് നമ്മുടെ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങൾ. വാണിജ്യ ബാങ്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ SBI, സ്റ്റേറ്റ് ബാങ്ക്, അതുപോലെ കനറ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, അങ്ങനെയുള്ള ബാങ്കുകളൊക്കെ ഉണ്ടല്ലോ. അത്തരം ബാങ്കുകൾ, അതാണ് നമ്മുടെ വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്നത്. ഈ വാണിജ്യ ബാങ്കുകളുടെ
ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇവിടെ ചോദ്യം. ഓക്കെ, അത് ആ ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് കിട്ടാത്ത ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ +2 നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് +2 +1 ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർ അത് തുറന്നു വെച്ച് നോക്കുക. അല്ലെങ്കിൽ അതിന്റെ നോട്ട് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുള്ള നോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നോക്കി പഠിച്ചാലും മതി, ധാരാളമാണ്, ഒരു പേടിയും പേടിക്കണ്ട. ഓക്കെ, അപ്പൊ അതില് കമേഴ്ഷ്യൽ ബാങ്കിന്റെ, വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊന്ന് സെൻട്രൽ ബാങ്കിന്റെ ഫംഗ്ഷൻ കൂടിയാണ്. ഈ രണ്ട് ഭാഗങ്ങളും വരുന്നത് യൂണിറ്റ് 3 ബാങ്കിങ് എന്ന് പറയുന്ന, അതായത് ബ്ലോക്ക് 3യുടെ യൂണിറ്റ് 3യിലാണ്. അത് പ്രത്യേകം ഓർക്കുക, മറക്കരുത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു എസ്സേ പറയുന്നത് ഏതാണ്? അത് നമ്മുടെ ബ്ലോക്ക് 4ൽ നിന്നാണ്. ബ്ലോക്ക് 4 ഏതാണ്? പബ്ലിക് ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണ്. ഓക്കെ, ബ്ലോക്ക് 4ല് യൂണിറ്റ് 2 പബ്ലിക് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ. ഓക്കെ, പബ്ലിക് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന യൂണിറ്റ് 2വിലുള്ളതാണ്. ഓക്കെ, ഡിഫൈൻ പബ്ലിക് റവന്യൂ ആൻഡ് ഡിസ്ക്രൈബ് മേജർ പബ്ലിക് എക്കണോമിക്സ്. ഓക്കെ, അതായത് ഇവിടെ മേജർ റവന്യൂ സോഴ്സസ് ഓഫ് ഗവൺമെന്റ് എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഡിഫൈൻ പബ്ലിക് റവന്യൂ ആൻഡ് ഡിസ്ക്രൈബ് റവന്യൂ സോഴ്സസ് ഓഫ് ഗവൺമെന്റ്. ഓക്കെ, ഗവൺമെന്റിന്റെ വിവിധ തരം റവന്യൂ ഉറവിടങ്ങൾ, ഓക്കെ, വരുമാന ഉറവിടങ്ങൾ, ഗവൺമെന്റിന്റെ വിവിധ തരം വരുമാന ഉറവിടങ്ങൾ ഏതെല്ലാമാണ് എന്നും അതുപോലെ എന്താണ് പൊതുവരുമാനം എന്നും എഴുതാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഡിഫൈൻ പബ്ലിക് റവന്യൂ, അതായത് പബ്ലിക് റവന്യൂ അല്ലെങ്കിൽ പൊതുവരുമാനം എന്താണെന്ന് എഴുതുക. ഡിസ്ക്രൈബ് റവന്യൂ സോഴ്സസ് ഓഫ് ഗവൺമെന്റ്, ഗവൺമെന്റിന്റെ റവന്യൂ വരുമാനങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതുക. ഓക്കെ, അത് ബ്ലോക്ക് 4ലാണ്. യൂണിറ്റ് 2 നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, യെസ്. ദെൻ മൂന്നാമത്തെ ഒരു എസ്സേ ആണ് ഡെമോഗ്രാഫി ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഇക്കോണമി. ഓക്കെ, ഡെമോഗ്രാഫി ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഇക്കോണമി അത് ബ്ലോക്ക് 5ലുള്ളതാണ്. ഓക്കെ, ബ്ലോക്ക് 5ല് ഇന്ത്യൻ ഇക്കോണമി എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തുള്ളതാണ്. ഓക്കെ, അതായത് യൂണിറ്റ് 2വില്, ഓക്കെ, ബ്ലോക്ക് 5 ഇന്ത്യൻ ഇക്കോണമി, അതില് യൂണിറ്റ് 2വില് ഡെമോഗ്രാഫി ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഇക്കോണമി എന്ന് പറഞ്ഞുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്, ഒരു യൂണിറ്റ് ഉണ്ട്. അതിലുള്ളതാണ് ഡെമോഗ്രാഫി ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഇക്കോണമി. കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം. ഓക്കെ, ദെൻ മറ്റൊന്നാണ് ബ്ലോക്ക് 1ലെ യൂണിറ്റ് 4 ഓപ്പൺ ചെയ്താൽ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക്സ് ആണ്. മൈക്രോ എക്കണോമിക്സിൽ എന്താണ്? യൂണിറ്റ് 4 പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന ആ യൂണിറ്റ് 4 ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ഒരു തിയറി കിട്ടും. വിഭേദക അനുപാത നിയമം എന്നാണ് അതിന്റെ പേര്. ഇതൊക്കെ നമ്മൾ +2 പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പേര് പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഓക്കെ, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ +2ലാണെങ്കിൽ നമ്മുടെ മൈക്രോ എക്കണോമിക്സിന്റെ 3ാമത്തെ ചാപ്റ്ററിൽ ഉള്ളതാണിത്. ഓക്കെ, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അത് നിങ്ങൾ നോക്കിയിട്ട് പഠിക്കുക. ദെൻ മറ്റൊന്നാണ് മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് പണനയ ഉപകരണങ്ങൾ, അതായത് വായ്പ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര ബാങ്ക് നടപ്പിലാക്കുന്ന പണനയ ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഉപാധികൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇത് ബ്ലോക്ക് 3യിലുള്ളതാണ്. മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന ബ്ലോക്ക് 3യിലുള്ളതാണ് യൂണിറ്റ് 3. അതിൽ യൂണിറ്റ് 3 ബാങ്കിങ് എന്ന് പറയുന്ന യൂണിറ്റ് 3ൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇത് നിങ്ങൾക്ക് +2 എക്കണോമിക്സിൽ ഇവിടെ മാക്രോ എക്കണോമിക്സിന്റെ 2ാമത്തെ ബുക്കിൽ 3ാമത്തെ ചാപ്റ്റർ ഉണ്ട്. 2ാമത്തെ ബുക്കിൽ 3ാമത്തെ ചാപ്റ്റർ മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ തന്നെ നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഭാഗത്ത് കേട്ടോ. ഓക്കെ, ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എസ്സേ ആണ് ഏത്? നാഷണൽ ഇൻകം അക്കൗണ്ടിങ് മെത്തേഡ്സ് ഏതൊക്കെയാന്നുള്ളത്. ഓക്കെ, നമുക്ക് ഏതെങ്കിലും 2 മെത്തേഡ് തന്നേക്കാം, അല്ലെങ്കിൽ ഒരു മെത്തേഡ് തന്നേക്കാം. ദെൻ ബാക്കിയുള്ള മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് എഴുതാനാണ്. എന്തായാലും നിങ്ങൾ ഇത് പച്ചവെള്ളം പോലെ +2 പഠിച്ചാന്ന് എനിക്കറിയാം. അത് തന്നെയാണ്, വേറെ ഒന്നും നിങ്ങൾ ഇവിടെ എഴുതേണ്ടതില്ല. നിങ്ങൾക്ക് അറിയാവുന്നത് നല്ല രീതിയിൽ വൃത്തിയിൽ ഒന്ന് എഴുതി വെച്ചിട്ട് പോന്നാൽ മതി. ഓക്കെ, മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സ് ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് മെത്തേഡ്സ് അത് ബ്ലോക്ക് 2വില്. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ബ്ലോക്ക് 2വില് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ബ്ലോക്ക് 2വില് യൂണിറ്റ് 2 ഓപ്പൺ ആക്കിയാൽ അതിൽ നാഷണൽ ഇൻകം കോൺസെപ്റ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് കിട്ടും. അതിലുള്ളതാണിത്. ഓക്കെ, അതില് നിങ്ങൾ ഈ ഒരു സംഭവം കിട്ടാൻ നമ്മുടെ +2 എക്കണോമിക്സിന്റെ ടെക്സ്റ്റ് ബുക്ക് 2ാമത്തെ ടെക്സ്റ്റ് ബുക്കില് എന്താണ്? 2ാമത്തെ ചാപ്റ്റർ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്ന 2ാമത്തെ ചാപ്റ്റർ ഓപ്പൺ ആക്കിയാൽ അതിൽ ഈ എസ്സേ കിടക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അതുപോലെ മറ്റൊരു ചോദ്യം വരുന്നത് ഇമ്പാക്ട് ഓഫ് 1991 ഇക്കണോമിക് റിഫോംസ് ആണ്. 1991 സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഇമ്പാക്ട് എന്താണെന്നുള്ളതാണ്, പ്രത്യാഘാതം എന്താണെന്നുള്ളതാണ്. അതായത് LPG ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നാണ് ആ ഒരു ടോപ്പിക്. അത് നമ്മൾ +1
വൺ എക്കണോമിക്സിന്റെ എന്താണ് മൂന്നാമത്തെ ചാപ്റ്റർ, പ്ലസ് വൺ എക്കണോമിക്സിന്റെ മൂന്നാമത്തെ ചാപ്റ്ററിൽ LPG എന്ന ഹെഡിങ്ങോട് കൂടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ എക്കണോമിക് റിഫോംസിനെ കുറിച്ചാണ് പറയുന്നത്. അത് നിങ്ങളുടെ മെറ്റീരിയൽ ആണെങ്കിൽ ഇവിടുത്തെ, അതായത് നമ്മുടെ ജനറൽ എക്കണോമിക്സിന്റെ മെറ്റീരിയൽ ആണെങ്കിൽ ബ്ലോക്ക് 5 ബ്ലോക്ക് 5 ഇന്ത്യൻ എക്കോണമി എന്നാണ്. അതിൽ യൂണിറ്റ് 3 ഇക്കണോമിക് റിഫോംസ് എന്നുള്ളത് ഓപ്പൺ ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും. സുഹൃത്തുക്കളെ, അപ്പോൾ ഈ പറഞ്ഞതെല്ലാം എസ്സേകളാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എസ്സേകളാണ്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് ഇപ്പൊ ഞാനിവിടെ ഒരു 7 കൊടുത്തിട്ടുണ്ട്, നമുക്കൊരു 4 വരേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ ഉറപ്പിച്ചു പറയാവുന്ന എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്ന ഞാൻ വേഗത്തിൽ അങ്ങോട്ട് പറഞ്ഞു വെക്കാം. അതായത് ഒന്ന് ഇമ്പാക്ട് ഓഫ് 1991 എക്കണോമിക് റിഫോംസ് ആണ്. രണ്ടാമത്തത് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ആണ്. ഓക്കെ, മൂന്നാമത്തേത് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ തിയറി ആണ്. അതുപോലെ തന്നെ നാലാമത്തേത് ഡെമോഗ്രാഫി ഫീച്ചേഴ്സ് ഇൻ ഇന്ത്യൻ ഇക്കോണമിയാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിൽ ഒന്നുകൂടെ സാധ്യത കാണുന്നത് സെൻട്രൽ ബാങ്കിന്റെ ഫങ്ഷൻസ് ഓർ കമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫങ്ഷൻസ്. ഓക്കെ, ഈ ലാസ്റ്റ് പറഞ്ഞ ഈ ഒരു ഭാഗങ്ങൾ ഞാൻ ഇതിനോട് ആഡ് ചെയ്യാണ്. അതായത് ഇതായിരിക്കും നിങ്ങൾക്ക് എസ്സേ ആയിട്ട് വരിക എന്നുള്ളത് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് പഠിക്കാൻ സാധിക്കട്ടെ. പരീക്ഷയ്ക്ക് ഉയർന്ന മാർക്ക് നേടിയെടുക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. നിങ്ങളുടെ കമന്റ്സ് കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. എങ്കിൽ എനിക്ക് നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ സാധിക്കുമെന്ന് ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട്. കുറച്ച് വൈകിപ്പോയിട്ടുണ്ട്, സാഹചര്യങ്ങൾ മോശമായതുകൊണ്ടാണ് ഓക്കെ വീഡിയോ ചെയ്യാൻ വൈകിപ്പോയത്. അതിൽ നിങ്ങൾ പരിഭവം ഒന്നും കരുതരുത് എന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ഓക്കെ, വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും, ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൺ എനേബിൾ ചെയ്ത് വെക്കുക. അടുത്ത 4th സെമ്മിലേക്കും 5th സെമ്മിലേക്കും ഒക്കെ നമുക്കിത് ആവശ്യമുണ്ട്. എക്കണോമിക്സ് തീർച്ചയായും നല്ല ക്ലാസ്സുകളുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ.